Dear friends, learn English grammar with Madhav Mash. I welcome you to my class. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വാചകത്തിനെ എങ്ങനെ ചോദ്യമാക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അസർട്ടീവ്, ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നൊന്ന് തന്നെ സാധാരണ വാചകത്തിനെ എങ്ങനെയാണ് ചോദ്യമാക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്കറിയാം ചോദ്യം ഉണ്ടാവണമെങ്കിൽ ഒരു ചോദ്യവാക്ക് ഉണ്ടാവാം. ചോദ്യങ്ങൾ രണ്ട് തരം എന്ന് പറഞ്ഞു, വേവേഡ് ക്വസ്റ്റനും യെസ് ഓർ നോ ക്വസ്റ്റൻ. വേവേഡ് എന്ന് പറഞ്ഞാൽ ഹൗവ്, വേറെ, വെന്നെ, വിച്ച്, വാട്ട്, ഉവ്, ഊസ്, ഹുമ്മ്, ഹൗവ്. വേറെ, വെന്നെ, വിച്ച്, വാട്ട്, ഉവ്, ഊസ്, ഹുമ്മ്, ഹൗവ്. ഇങ്ങനെയുള്ള പദങ്ങൾ വെച്ച് തുടങ്ങുന്ന ചോദ്യവാക്ക് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ വേവേഡ് ക്വസ്റ്റൻ എന്നും, വേവേഡ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാതും ഓൾമോസ്റ്റ് ഓൾ സ്റ്റാർട്ട്സ് ഓർ ബിഗിൻസ് വിത്ത് WH, വേർ, വെൻ, വിച്ച്, എക്സെപ്റ്റ് ഹൗ. അപ്പോൾ ഹൗവിനെ കൂടി നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് കണക്കാക്കി ഈ പദങ്ങൾ വെച്ച് തുടങ്ങുന്ന വാചകങ്ങളെ ചോദ്യമാവണമെങ്കിൽ ഈ പദങ്ങൾ വെച്ച് തുടങ്ങണം. ഈ പദങ്ങൾ വെച്ച് തുടങ്ങിയാൽ മാത്രം പോരാ, ചോദ്യമാവണമെങ്കിൽ നമുക്കൊരു നിയമമുണ്ട്. എന്താ? സബ്ജക്റ്റിന് മുമ്പ് സഹായകരെ വരണം. ദാറ്റ് മീൻസ് ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി. ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ തലതിരിയാന്നർത്ഥം. തലതിരിച്ചിടണം. ഹീ ഡിഡ് എന്ന് വേണമെങ്കിൽ ഡിഡ് ഹീ എന്നാക്കണം, അപ്പോഴേ ചോദ്യമാവുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ 99%. ഞാൻ പറഞ്ഞു 1%ൽ ഈ നിയമം ബാധകമല്ല. അപ്പോൾ ഇഫ് യു വാണ്ട് ടു മേക്ക് എ സെൻറ്റൻസ് ഇൻ ടു ക്വസ്റ്റ്യൻ, ദർ മസ്റ്റ് ബി ദ ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി. ഇതിങ്ങനെ മറഞ്ഞു വരണം. എക്സെപ്റ്റ് ദ സെൻറ്റൻസ് വിച്ച് ഹാസ് ദ സബ്ജക്റ്റ്, വേവേഡ് ഇറ്റ് സെൽഫ് ഇസ് ദ സബ്ജക്റ്റ്. വേവേഡ് തന്നെ അതിൻ്റെ സബ്ജക്റ്റായി വരുമ്പോൾ ഈ സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് വരണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണമായിട്ട് ഹൂ ടോട്ട് യു ഗ്രാമർ. നമുക്ക് ഹൂ എന്നുള്ളത് സബ്ജക്റ്റ്, ടോട്ട് എന്നുള്ള വെർബ്, അതിൽ സഹായക്രിയ ഇല്ല. ഹൂ ടോട്ട് യു ഗ്രാമർ അത് ചോദ്യമാണ്, അതിൽ സഹായക്രിയ ഇല്ല. ടോട്ടിനെ പൊളിച്ചാൽ കിട്ടും, പക്ഷേ അത് വേണ്ട. അപ്പോൾ ഇതിന് ഉത്തരം എന്താ? ഐ ടോട്ട് യു ഗ്രാമർ. അപ്പോൾ സബ്ജക്റ്റ് തന്നെ, ചോദ്യവാക്ക് തന്നെ സബ്ജക്റ്റായി വരുമ്പോൾ അതിൽ സഹായക്രിയ കാണിക്കണമെന്നില്ല. അതർവൈസ് എല്ലാ ചോദ്യങ്ങളിലും സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വരണം. അത് ഐദർ ഇറ്റ് ഈസ് എ വേവേഡ് ക്വസ്റ്റ്യൻ ഓർ എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും തുടങ്ങുക ഒരു മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ടാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുക ഒരു മോഡൽ ഓക്സിലിയറി വെർബ് വെച്ചിട്ടാണ്. ഓക്സിലിയറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 24 എണ്ണം ഉണ്ട്. നിങ്ങൾക്കറിയാം ഡു രൂപങ്ങളായിട്ടുള്ള ഡുവ്, ഡസ്, ഡിഡ്. ഹാസ് രൂപങ്ങളായിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ്. ബി രൂപങ്ങളായിട്ടുള്ള ഈസ്, ഏം, ആറ്, വാസ്, വേറ്. മോഡൽ ഓക്സിലറികളായുള്ള വില്ല്, ഷാല്, മേ, ക്യാൻ. ഇവയുടെ പാഷൻസുകളായുള്ള വുഡ്, കുഡ്, മൈറ്റ്, ഷുഡ്. ഇത്രയും കാര്യങ്ങളായി മസ്റ്റ്, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ് ടു. ഇങ്ങനെ 24 എണ്ണം. അപ്പോൾ പ്രൈമറി, അതായത് ഈ ഡു രൂപങ്ങളെയും ബി രൂപങ്ങളെയും ഹാസ് രൂപങ്ങളെയും നമ്മൾ പ്രൈമറി ഓക്സിലറി വെർബെന്നും, വില്ല്, ഷാല് തുടങ്ങി വരുന്ന 12 എണ്ണത്തിനെ 13 എണ്ണത്തിനെ മോഡൽ ഓക്സിലറി വെർബെന്നും പറയും. അപ്പോൾ വില്ല്, ഷാല്, മേ, ക്യാൻ. അതിൻ്റെ പാസൻസുകളുടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. പിന്നെ മസ്റ്റ്, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ് ടു. അപ്പോൾ 8 5 13 മോഡൽ ഓക്സിലറി വെർബും 11 പ്രൈമറി ഓക്സിലറി വെർബുകൾ. ഈ ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് ആൻസർ ഈസ് യെസ് ഓർ നോ. ആർ യു കമ്മിങ് ഫ്രം റിച്ചു? ഒന്നുകൂടെ ഐദർ എസ് എന്നാവാം അല്ലെങ്കിൽ നോ എന്നാവാം. അപ്പോൾ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നിയമമുണ്ട്. എന്ത്? സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വേണം. 99%. 1% ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് തന്നെ, ചോദ്യവാക്ക് തന്നെ സബ്ജക്റ്റായി വരുന്നതിൽ ഈ നിയമം ബാധകമല്ല. അപ്പോൾ നമുക്കറിയാം സൈക്കിളോട്ട് പഠിപ്പിക്കുമ്പോൾ, പണ്ടൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ നേരെ നോക്കണം, പെഡൽ മിനിക്ക് നോക്കരുത്, നിവർന്നിരിക്കണം, കൈ വിടരുത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിക്കുക. പഠിച്ചു കഴിഞ്ഞാലോ കൈ വിടാം, പെഡൽ വിടാം, എവിടേക്കും നോക്കി ഓടിക്കാം. അങ്ങനെയാണ് നിയമം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമറിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പ്രായോഗികമാവുമ്പോഴും പ്രാഗൽഭ്യം കൂടുമ്പോഴും നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം. അത് തെറ്റായിട്ട് കണക്കാക്കാറില്ല. എനിവേ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ആദ്യമായിട്ട്
നോക്കുക, എണ്ണത്തിനെ കാണിക്കാൻ ഹൗ മെനി എന്നാണ് പറയുക തുടങ്ങുക. ദർ ആർ 50 സ്റ്റുഡൻസ്. ചോദ്യം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ. അപ്പോൾ ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റ് ഏതാ? ദർ ആണ്. സഹായക്രിയ ആറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചോദ്യമാക്കണം എന്ത് ചെയ്തു? ആ ഹൗ മെനി എന്നുള്ളത് വെച്ചിട്ട് സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ ഇട്ടു. എത്ര കുട്ടികൾ അവിടെ ഉണ്ട്? ആർ ദർ. ദർ ആർ എന്നല്ല, ഹൗ മെനി സ്റ്റുഡൻസ് ദർ ആർ എന്നല്ല, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ. ദർ എന്നുള്ള സബ്ജക്റ്റിന് മുമ്പ് ആറ് വെച്ചു. അടുത്തത് അളവിനെ കാണിക്കാൻ ഹൗ മച്ച് ആണ്. അളവിനെ കാണിക്കാൻ ഹൗ മച്ച്. ഇപ്പോൾ നമുക്ക് അൺകൗണ്ടബിൾ നാമങ്ങളുണ്ട്. അപ്പോൾ മണി, വാട്ടർ, ഷുഗർ, ഓയില്, അഡ്വൈസ്, സോപ്പ്, ബ്രെഡ് തുടങ്ങിയൊക്കെ അൺകൗണ്ടബിൾ നൗണാണ്. സോപ്പൊന്നും കൗണ്ടബിൾ നൗണല്ല, അൺകൗണ്ടബിൾ നൗണാണ്. അഡ്വൈസസ് എന്ന് പറയാൻ പാടില്ല നമുക്ക്. ഇൻഫർമേഷൻസ് എന്ന് പറയാറില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കൗണ്ടബിൾ ആവുക എപ്പോഴത്? എ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. എ പീസ് ഓഫ് ചോക്ക് എണ്ണാവുന്നതല്ല, ചോക്ക് പീസ് എന്ന് പറയാം. ചോക്ക് എണ്ണാൻ പറ്റും, ചോക്ക് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അളവിനെ കാണിക്കുവാൻ ഹൗ മച്ച്. അപ്പോൾ ഷുഗർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. ഐ വാണ്ട് സം ഷുഗർ എന്നുള്ള ചോദ്യം എങ്ങനെയാണ് വരിക? ഹൗ മച്ച് എന്ന് വെച്ച് തുടങ്ങണം. ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്. അപ്പോൾ പണത്തിനാണെങ്കിൽ ഐ വാണ്ട് സം മണി എന്ന് പറയുകയാണെങ്കിൽ ഹൗ മച്ച് മണി യു വാണ്ട്. അതേസമയം ഐ വാണ്ട് 20 റുപ്പീസ് നമുക്ക് ഹൗ മെനി റുപ്പീസ് എന്ന് പറയാൻ പറ്റില്ല, ഹൗ മച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. എമൗണ്ടിന് എപ്പോഴും അങ്ങനെയാണ്. ഹൗ മെനി റുപ്പീസ് പറയാറില്ല സാധാരണ. ഹൗ മച്ച് എന്നാണ് എമൗണ്ട്, എപ്പോഴും ഹൗ മച്ച് ആണ് പറയുന്നത്. ദൂരത്തെ കാണിക്കാൻ ഹൗ ഫാർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, ഐ ഡ്രോവ് ദ കാർ 60 കിലോമീറ്റേഴ്സ്. ഡ്രൈവ്, ഡ്രിവൺ. അപ്പോൾ ഡ്രോ എന്നുള്ള വെർബാണ്. അതിന് പൊളിക്കണം നമ്മൾ, ചോദ്യം ഉണ്ടാക്കണം. ഹൗ ഫാർ വെച്ചു, ഡ്രോവിനെ പൊളിച്ച് ഡിഡ് യു ഡ്രൈവ് എന്നാക്കി, സബ്ജക്റ്റ് കൊണ്ട് കൊണ്ടുവന്നു. ഐ ഡ്രോ, എത്ര ദൂരം നിങ്ങൾ. ഹൗ ഫാർ ഡിഡ് യു ഡ്രൈവ് ദ കാർ. അടുത്തത് കാലദൈർഘ്യത്തെ കാണിക്കാൻ, ഞാൻ ഇത്ര ദീർഘകാലമായി അവിടെ ജോലി ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതിന് കാണിക്കാൻ ഹൗ ലോങ് ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഐ സ്റ്റേഡ് ദർ 10 years. ഞാൻ അവിടെ 10 കൊല്ലം താമസിച്ചു. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ ദർ. ഹൗ ലോങ് ആണ് തുടങ്ങേണ്ടത്. അപ്പോൾ കാലദൈർഘ്യത്തെ കാണിക്കാൻ ഹൗ ലോങ് എന്താണ് വേണ്ടത്? യു എന്നുള്ള സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് വെച്ചു. സ്റ്റേ എന്നുള്ള അടിസ്ഥാന ക്രിയ വെച്ചു. സ്റ്റേഡ് പോയിട്ട് ഡിഡ് പൊളിച്ചപ്പോൾ സ്റ്റേ എന്നായി, ദീർഘം വെച്ചു. അടുത്തത് പ്രാവശ്യത്തെ കാണിക്കാൻ ഹൗ ഓഫൺ എന്നാണ്. എത്ര പ്രാവശ്യം. ഹി വിസിറ്റഡ് മീ വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരിക്കൽ അവൻ എന്നെ സന്ദർശിച്ചു. അപ്പം എത്ര പ്രാവശ്യമായതിൽ നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് അവൻ നിങ്ങളെ സന്ദർശിക്കുക. ഹൗ ഡിഡ് ഹി വിസിറ്റ് എന്നല്ല വേണ്ടത്. ഹൗ ഓഫൺ, പ്രാവശ്യമാണ് കാണിക്കുന്നത്. ഹൗ ഓഫൺ ഡിഡ് ഹി വിസിറ്റ് യു. ഹൗ ഓഫൺ ഡിഡ് ഹി വിസിറ്റ് യു. എത്ര പ്രാവശ്യം നിങ്ങളെ അവൻ സന്ദർശിക്കുന്നു. ഇൻ എ മന്ത് വേണമെങ്കിൽ കൂട്ടാം. വൺസ് ഇൻ എ മന്ത്, ട്വൈസ് ഇൻ എ മന്ത്, ത്രൈസ് ഇൻ എ മന്ത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് 5 തരത്തിലുള്ള സാധാരണ പ്രത്യേകമായുള്ള വാചകങ്ങൾ. അപ്പോൾ എണ്ണത്തിനെ കാണിക്കാൻ ഹൗ മെനി, അളവിനെ കാണിക്കാൻ ഹൗ മച്ച്, ദൂരത്തിനെ കാണിക്കാൻ ഹൗ ഫാർ, കാലദൈർഘ്യത്തെ കാണിക്കാൻ ഹൗ ലോങ്, പ്രാവശ്യത്തെ കാണിക്കാൻ ഹൗ ഓഫൺ. ഇതൊന്ന് ഓർമ്മ വെച്ചിരിക്കുക. വീട്ടിലിരുന്ന് ആവർത്തിച്ചെഴുതുക, ഈ വാചകങ്ങൾ എഴുതുക, പിന്നീട് ശ്രമിച്ചു നോക്കുക. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.